DS വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സ് ആണ്. ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. യോക്കിൻ്റെ പോർഷനും മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളൂ, അതുപോലെ സ്ലീവിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് മാത്രം മതിയാകും. അപ്പോൾ നമുക്കതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ ഒരു 14 ഇഞ്ച് എടുക്കാം. എത്രയാണോ യോക്കിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. ഷോൾഡർ ടു ഷോൾഡർ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം താഴേക്ക് ബോക്സ് പോലെ ആ ഒരു ലെങ്തും കൂടെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് കുറച്ച് ബീഡ്സ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ഒരു ബോക്സിനകത്ത് നമ്മൾ വരച്ച ആ ഒരു പിക്ചറിലെ പോലെ. അപ്പോൾ ഇതിന് നോർമൽ നീഡിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് ലോക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ത്രെഡ് നമ്മൾ നോർമൽ ത്രെഡ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, നോർമൽ നീഡിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വാഷ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് പോകരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു മെറ്റീരിയലിലേക്ക് തന്നെ കുറച്ച് ലോക്കിട്ട് ഒന്ന് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബീഡ്സുകൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഓരോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ബീഡായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒത്തിരി ഗ്യാപ്പ് വേണ്ട, പിന്നെ അങ്ങനെ തന്നെ അടുപ്പിച്ചും വേണ്ട എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫുള്ള് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത പോലെ ആണ് ഈ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഓരോ ബീഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ ബീഡ്സുകളും ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ചെയ്ത ബീഡ്സിനകത്തൂടെ തന്നെ നമുക്ക് ത്രെഡ് ഒന്ന് കയറ്റി താഴേക്കൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്താലൊന്നും പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടയ്ക്കൊന്ന് നമുക്ക് ആ ഒരു ബീഡ്സിലേക്ക് ഒന്ന് ലോക്കിട്ട് കൊടുക്കേണ്ടത്. ഇത് കുറച്ച് ലോക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമുക്ക് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്ലീവിലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്